ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിയേക്കാവുന്ന അത്രയും സീരിയസ് ആയിട്ട് പറയുന്നൊരു വിഷയമാണ്. അതിനാൽ ഈ വീഡിയോ മുഴുവൻ കണ്ടോളൂ. നിങ്ങളുടെ മനസ്സിനെ പിന്നോട്ട് വലിക്കുന്ന ആ ഓർമ്മകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 18 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള നെഗറ്റീവ് വികാരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഓർമ്മകൾ. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഉത്കണ്ഠയും നെഗറ്റീവ് ചിന്തകളും നിങ്ങളെ പിന്തുടരുന്നുണ്ടോ? ഒരുപാട് പേർ ഇപ്പോഴും അവരുടെ ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്താണ് ഇതിന് കാരണമെന്നറിയാവോ? നിങ്ങൾ ലോകത്തെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ തലച്ചോറിലെ അപകട സൂചന നൽകുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും അപകടം മണക്കുന്നു. നിങ്ങൾ ലോകത്തെ നോക്കിക്കാണേണ്ട രീതിയിൽ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ല. എങ്ങനെ തിരുത്തണമെന്നും അറിയില്ല. എങ്ങനെ അവയെ മറികടക്കാമെന്നും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ആ പഴയ ഓർമ്മകൾ ഒരു ദുസ്വപ്നം പോലെ നിങ്ങളെ പിന്തുടരുന്നത്. നിങ്ങൾക്കറിയാമോ, ചില ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും പോകാതെ എപ്പോഴും വന്ന് ശല്യപ്പെടുത്താറുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു വലിയ പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം തകർന്ന ഒരു സംഭവമോ? അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഭാഗം ആ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിനെ ശാസ്ത്രീയപരമായി നോക്കിയാൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു അലാം സിസ്റ്റമാണ് ഇതിന് പിന്നിൽ. ഈ അലാം സിസ്റ്റം നിങ്ങളുടെ മനസ്സിനോട് പറയുന്നു, ഹേയ് ജാഗ്രത, നിന്റെ ജീവിതത്തിൽ എന്തോ ശരിയല്ല. നിങ്ങളുടെ ലോകത്ത് ചില കുഴികളുണ്ട്. നിങ്ങൾ ഒരിക്കൽ അതിൽ വീണിട്ടുണ്ട്, ഇനിയും വീഴാം. നിങ്ങളുടെ മനസ്സിൻ്റെ അലാം സിസ്റ്റം അങ്ങനെയാണ്. അത് നിങ്ങളുടെ പഴയ ഓർമ്മകളെ എടുത്ത് ഇത് ഡേഞ്ചർ ആണെന്ന് മാർക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഓർമ്മകൾ മറക്കാൻ പറ്റാത്തത്. അതായത് അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ചെറിയൊരു തെറ്റായിരുന്നാൽ പോലും പ്രശ്നമില്ല. കാരണം വീണ്ടും അതേ ദുർബലമായ അവസ്ഥയിലേക്ക് എത്താൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ തന്നെ മാനസികമായി ശക്തിപ്പെടുത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നല്ലതാണ്. ഓർക്കുക, അത് ഒരുപാട് കാലം മുമ്പുള്ള ഒരു ഓർമ്മയാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോഴത്തെ ഒരു ദുരനുഭവമായിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വളർന്നു, ഒരു ചെറിയ കുട്ടിയല്ല. അന്ന് ആ മോശം സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. എന്നാൽ ഇന്ന് ആ പ്രശ്നത്തെ മറികടക്കാൻ നിങ്ങൾക്ക് പല വഴികളും അറിയാം. നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളെ എന്തിനാണ് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ശരീരം ഇപ്പോഴും ഒരു എമർജൻസിയിലാണെന്ന് കരുതുന്നുണ്ട്. ആ ഓർമ്മകൾ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു, വിയർക്കാൻ തുടങ്ങുന്നു, ഒരു ടെൻഷൻ അനുഭവപ്പെടുന്നു. നിങ്ങളുടെ തലച്ചോറ് പറയുന്നു, നീ ഇനിയും ഇത് ഫിക്സ് ചെയ്തിട്ടില്ല എന്ന്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുട്ടിക്കാലത്ത് ആരെങ്കിലും നിങ്ങളെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ബോസ് ഒരു ചെറിയ കമൻറ്റ് പറഞ്ഞാൽ പോലും നിങ്ങളുടെ മനസ്സ് ആ പഴയ ഓർമ്മയിലേക്ക് പോകും. ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് നിങ്ങളുടെ മനസ്സ് വിചാരിക്കും. പക്ഷേ ഇത് നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങളുടെ തലച്ചോറിൻ്റെ അലാം സിസ്റ്റം ആ ഓർമ്മകളെ ഒരു വാണിംഗ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിൻ്റെ ആ പഴയ ചിന്തകളെ നിങ്ങൾ തീർച്ചയായിട്ടും പുതുക്കണം, അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോഴും അവരവരുടെ കുട്ടിക്കാലത്തെ ഭയത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇനി നിങ്ങളുടെ പഴയ ഓർമ്മകളെ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കണമെങ്കിൽ ആ ഓർമ്മകളെ നേരിടണം. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഹോൾസ് ഫില്ല് ചെയ്യണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. ആ ഓർമ്മ എന്തിനാണ് നിങ്ങളെ വേട്ടയാടുന്നത് ഒരു പേപ്പറിൽ എഴുതി നോക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്നാണ് ഓർമ്മയെങ്കിൽ അതിൻ്റെ പിന്നിലെ വികാരം എന്താണ്? ആ ഒറ്റപ്പെടുത്തൽ, ദേഷ്യം, ഇതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മനസ്സിനൊരു ക്ലാരിറ്റി വരും. കാരണം നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പഴയ നിങ്ങൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോഴുള്ള സമയത്തെ കാര്യമാണെങ്കിൽ അന്നേരം അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്തുകൊണ്ടാണ് ഒറ്റപ്പെടുത്തിയതെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ചിന്തിച്ചാൽ അതിനുള്ള ഉത്തരം കിട്ടും. ആ സംഭവത്തിൽ നിങ്ങളുടെ പങ്ക് എന്തായിരുന്നു? ഇത് വിക്ടിം ബ്ലെയിമിംഗ് അല്ല,
നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉദാഹരണത്തിന്, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയെങ്കിൽ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലേ? രണ്ടാമത്തെ കാര്യം, ഇതിൽ നിങ്ങളുടെ റോൾ എന്തായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ ഇപ്പോഴത്തെ കഴിവുകൾ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്കിപ്പോൾ 5 വയസ്സല്ല. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ, കോൺഫിഡൻസ്, പ്രോബ്ലം സോൾവിങ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് ഉപയോഗിച്ച് ആ പഴയ ഓർമ്മകളെ അപ്ഡേറ്റ് ചെയ്യൂ. നമ്മുടെ ജീവിതം ഒരു സ്റ്റേജ് പോലെയാണ്. നമ്മൾ ഒരു വശത്ത് നിൽക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ മറുവശത്തും. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഒരു നല്ല ജോലി, ഒരു സന്തോഷകരമായ ജീവിതം, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം, ഒരു പുതിയ സ്ഥലത്തേക്ക് യാത്ര പോവുക, എന്തോ ആയിക്കോട്ടെ. നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം ഡോപ്പമിൻ എന്നൊരു കെമിക്കൽ റിലീസ് ചെയ്യുന്നു. ഇതൊരു ഹാപ്പിനെസ് കെമിക്കലാണ്. നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ഒരു കെമിക്കൽ ഉണ്ടാകാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഹാപ്പിയാകും. പക്ഷേ എന്തെങ്കിലും ഒരു തടസ്സം വന്നാലോ? ഉദാഹരണത്തിന്, നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചു, പോകാൻ പ്ലാൻ ചെയ്തു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സാകെ വിഷമത്തിലാകും, അല്ലേ? എന്തിനാണ് ഇങ്ങനെ വിഷമത്തിലാകുന്നത്? കാരണം നിങ്ങളുടെ പ്ലാൻ നടന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ സ്ട്രക്ചർ ആകെ മൊത്തവും ഷെയ്ക്കാകുന്നു. ഇനി നിങ്ങളുടെ പ്ലാനിന് എന്തെങ്കിലും തടസ്സം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന പ്ലാനിന് എന്തെങ്കിലും തടസ്സമാകുമ്പോൾ നെഗറ്റീവ് ഇമോഷൻസ് വരും, അല്ലേ? ഫ്രസ്ട്രേഷൻ, ഡിസപ്പോയിൻമെൻറ്റ്, ആൻസൈറ്റി. പക്ഷേ ഇതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ പ്ലാൻ അഡ്ജസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും തടസ്സം വന്നാൽ ഒരു പുതിയ പാത്ത് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു, പക്ഷേ അതെന്തെങ്കിലും കാരണവശാൽ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോഴെന്താ ചെയ്യുക? നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലത്തോട്ട് പോവുക. നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റിയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. അതായത് നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾ വിശ്വസിക്കണം. അതായത് നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസിനെ ഓവർകം ചെയ്യാൻ, അതായത് തടസ്സത്തിനെ ഓവർകം ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ കോൺഫിഡൻസിനെ യൂസ് ചെയ്യുക. പിന്നെ അടുത്തതായിട്ട്, നിങ്ങളുടെ ഇമോഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതായത് നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ അത് നോർമൽ ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ വാർണിംഗ് സിഗ്നൽ ആണെന്ന് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പഴയ ഓർമ്മകൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അപ്ഡേറ്റ് ചെയ്യുക. ആ പഴയ ഓർമ്മകളെ ഫേസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ശേഷം ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റേജിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നിങ്ങളുടെ സ്കിൽസ് ഉപയോഗിച്ച് ആ പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയും. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിലേക്ക് ഒരു ക്ലിയർ പാത്ത് ഉണ്ടാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഡോപ്പമിൻ സിസ്റ്റത്തിനെ ഹാപ്പിയാക്കുക. ഇനി ഒന്ന് ചുരുക്കി പറയാം. നമ്മളെ പിടിച്ചു നിർത്തുന്ന പഴയ ഓർമ്മകളുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഘടകങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, നമ്മൾ ഇനി കുട്ടികളല്ല, നമ്മൾ വളർന്നവരാണ്. പഴയ അനുഭവങ്ങൾ ഇന്ന് സംഭവിച്ചാൽ അതിനെ നമുക്ക് നേരിടാനാകും. മൂന്നാമത്തെ കാര്യം, ഒരു ദിശയും അതിലേക്ക് പോകുന്ന മാർഗവും ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ സന്തോഷം. നാലാമത്തേത്, നമ്മൾ തടസ്സങ്ങൾ വന്നാൽ മനസ്സിലാക്കുക, ആ പാത തിരുത്തുക, അതിന് നമുക്ക് കഴിയും. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ പ്ലാൻ പിഴച്ചാൽ പോലും അത് സ്വാഭാവികമാണ്. അത് തന്നെ നമ്മളെ ശക്തരാക്കുന്നു. ഇത് കേട്ടിട്ടെങ്കിലും പിന്നെ ആ പഴയ ഓർമ്മകളിലേക്ക് കുടുങ്ങിപ്പോകണോ? ഇല്ലല്ലോ. ഇനി നമ്മൾ ഓരോ ദിവസവും ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകാനാകും. നിങ്ങളുടെ ആത്മസന്തോഷം നിങ്ങളുടെ പാതയിൽ പോകുമ്പോഴാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്